മുഅ്മിനീങ്ങളെ, എല്ലാവരും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതി നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات وهو العلي العظيم. സൂറത്തുൽ ബഖറയുടെ 255-ാമത്തെ വചനമാണിത്. സൂറത്തുൽ ബഖറ തന്നെ വിശുദ്ധ ഖുർആനിന്റെ കൊടുമുടിയാണെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആനിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. ഒരുപാട് അർത്ഥമുണ്ടാകാം ആ പറഞ്ഞതിന്. 286 വചനങ്ങളിലൂടെ ഖുർആനിലെ ഏറ്റവും വിപുലവും ഏറ്റവും നീണ്ടതുമായ അധ്യായം വിശുദ്ധമായ സൂറത്തുൽ ബഖറയാണ്. 286 വചനങ്ങളാണ് വിശുദ്ധമായ സൂറത്തുൽ ബഖറയിലുള്ളത്. അതുകൊണ്ടായിരിക്കാം അതിന് വിശുദ്ധ ഖുർആനിന്റെ സിനാം, അതിന്റെ കൊടുമുടി എന്ന് പറയാൻ കാരണം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആന്റെ കൊടുമുടി എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആയത്താണ് ഈ ചർച്ച ചെയ്യുന്നത്. ആ സൂറത്ത് തന്നെയും അതിന്റെ പ്രധാനം സമുന്നതമാണ്. അൽ ബഖറ ഒരു വീട്ടിലോടിയാൽ ഫലാ യഖ്റബു ശൈത്വാനുൻ യൗമൻ വലൈല. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തർക്കമില്ല. വീട്ടിൽ ഒരു തവണയെങ്കിലും അൽ ബഖറ ഓടിയാൽ ഒരു രാവ് പകല് ആ വീട്ടിൽ ശൈത്വാൻ വരികയില്ലെന്ന് പുണ്യ റസൂൽ. ഒപ്പിരിവായ സലാത്ത് അയ്യാം 3 ദിവസം. ഒരു റിവായത്തിൽ 1 ദിവസം, ഒരു റിവായത്തിൽ 3 ദിവസം. പുണ്യ റസൂൽ അങ്ങനെ ഭയങ്കര വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കാര്യത്തെ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. ഒരു വീട്ടിൽ അൽ ബഖറ ഓടിയാൽ ഇദാ ഖുരിഅത്തിൽ ബഖറതു ഫീ ബൈത്തിൻ ഫലാ യഖ്റബു ശൈത്വാനുൻ യൗമൻ വലൈല. ഒരു വീട്ടിൽ ഒരു തവണയെങ്കിലും അൽ ബഖറ ഓടിയാൽ ഒരു രാവ് പകൽ ശൈത്വാൻ അവിടെ വരികയില്ല എന്ന് പുണ്യ റസൂൽ. ഒരു റിവായത്തിൽ യഫിറു മിൻ ശൈത്വാൻ, ശൈത്താൻ ഇറങ്ങിയോടും. അല്ലാഹു ശൈത്താനെ തൊട്ട് നമ്മെ കാക്കട്ടെ. ശൈത്താൻ ഭയങ്കരാണ്. ശൈത്താൻ ശത്വനയാണ്. ശത്വനയിൽ നിന്നാണ് ശൈത്താൻ വന്നിട്ടുള്ളത്. എല്ലാ പ്രകൃതിയിൽ നിന്നും ദൂരമായ പ്രകൃതിയാണ് ശൈത്താന്റേത്. മാത്രമല്ല അവൻ ആരെങ്കിലും പിടികൂടിയാൽ അവൻ ദൂരത്താക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പിശാചിൽ നിന്ന് ഒരു ഭവനം രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറ ആ വീട്ടിൽ പാരായണം ചെയ്യലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാത്രമല്ല അൽ ബഖറയുടെ ആദ്യത്തെ 5 വചനങ്ങൾ ഖവാഇദുൽ ഉലൂമി ദീനിയായ വിജ്ഞാനങ്ങളുടെ അടിത്തറയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة
ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട പ്രധാനപ്പെട്ട വചനങ്ങളാണ്. ഇത് സുദ്ദീഖീങ്ങൾ സ്വാലിഹീങ്ങൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും കഴിഞ്ഞ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ എന്നും ഈ 5 വചനങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറയുടെ ആദ്യത്തെ 5 വചനങ്ങൾ. ഖവായിദുൽ ഉലൂമിദ്ദീനിയ, സകല ദീനിയായ കാര്യത്തിന്റെയും അടിത്തറ അൽ ബഖറയിലെ ആദ്യത്തെ 5 വചനങ്ങളാണ്. അൽ ബഖറയുടെ അവസാനത്തെ 2 വചനങ്ങളാകട്ടെ അതിന് സഹ്റാവാനി എന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിനെ ഒന്ന് പരിചയപ്പെടാനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അതിന്റെ അവസാനത്തെ 2 വചനങ്ങൾ ഖാലാൽ ആയത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ. അവസാനത്തെ 2 വചനങ്ങളാകട്ടെ അത് അതിപ്രധാനപ്പെട്ടതാണ്. ആയത്താനി മിൻ ആഖിരി സൂറത്തിൽ ബഖറ. അത് പാരായണം ചെയ്യുന്നവർക്ക് അന്ത്യനാളിൽ വെളിച്ചമുണ്ടാകുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വെളിച്ചം നമുക്ക് നൽകട്ടെ. അതും നിത്യമായി പാരായണം ചെയ്യേണ്ട വചനങ്ങളാണ് ബഹുമാനപ്പെട്ട ആമിന റസൂൽ എന്ന ഈ വചനങ്ങൾ. ഞാനതിനെ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. മുഅ്മിനീങ്ങളെ ചിന്തിക്കുക. നമുക്ക് ആയത്തുൽ കുർസിയെ കുറിച്ച് വിശദമായ ചർച്ചയിലേക്ക് വരാം. നമ്മൾ ചിന്തിക്കേണ്ട ഗൗരവമായ കാര്യം ഇങ്ങോട്ട് നിന്ന് നോക്കണം. എല്ലാവരും നോക്കണം. നോക്കൂ, അല്ലാഹു ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് തൗഹീദ് എന്ന അടിസ്ഥാനത്തിന്റെ മേലിലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ശ്രദ്ധിക്കണം. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തൗഹീദ്. പ്രപഞ്ചത്തിന്റെ അടിത്തറ തൗഹീദാണ്. അതുകൊണ്ടാണ് ദിക്റുകൾ മുഴുവനും തൗഹീദാണ്. ഖുർആനിൽ എവിടെ പരിശോധിച്ച് നോക്കിയാലും അദ്കായി ദിക്റായി ഉപയോഗിക്കുന്ന ആയത്തുകൾ മുഴുവനും തൗഹീദാണ്. അത് വളരെ ചിന്തിക്കണം. ആയത്തുൽ കുർസിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം അതിന്റെ അടിത്തറ പഠിക്കണം. അതിന്റെ അടിത്തറ തൗഹീദാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കെ പറഞ്ഞ അല്ലാഹു ബോധം തരട്ടെ. നോക്ക് എവിടെയും كان النبي صلى الله عليه وسلم يدوم على قراءة ياسين صباحا ومساء. രാവിലെയും വൈകുന്നേരവും യാസീനോടുമായിരുന്നു പുണ്യ റസൂൽ. അത് തൗഹീദിൽ അധിഷ്ഠിതമാണ്. ഒരു ഫുറൂഇയായ കണക്കും അതിൽ സൂചന പറയുകയല്ലാതെ ഒരിക്കലും അതിൽ വിശദീകരിച്ചൊരു ചർച്ച കൊടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട സൂറത്തു യാസീൻ. അല്ലാഹു അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്തട്ടെ. നോക്കൂ, എവിടെയും അടിത്തറ തൗഹീദാണ്. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. പറയുന്നത് അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ ഉദാഹരണങ്ങളാണ്. ഇവിടെ الشمس تجري لمستقر لها ذلك التقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. വഹ്ദാനിയത്തിന്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ വഹ്ദാനിയത്തിനെ പിടിച്ചുകൂടണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ അടിത്തറ ഓർക്കണം. പറഞ്ഞേക്ക് തൗഹീദാണ്. നമ്മുടെ നിലനിൽപ്പ് തൗഹീദാണ്. ഖുർആന്റെ അടിത്തറ തൗഹീദാണ്. ആയത്തുൽ കുർസി തൗഹീദാണ്. യാസീൻ തൗഹീദാണ്.
പ്രപഞ്ചത്തിൽ ഒരുണ്മയുള്ളത് തൗഹീദാണ്. അതുകൊണ്ട് വഹ്ദാനിയത്തിന്റെ മഹത്വമാണ്. അല്ലാഹു അതിന്റെ സൗന്ദര്യത്തിലേക്ക് പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് അനിർവചനീയമാണ്. لا إله إلا الله لا نروح لمن لا إله غير يميل لا إله إلا إله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ബഹുമാനപ്പെട്ട വിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം വഹ്ദാനിയത്താണ്. പ്രപഞ്ചത്തിന്റെ അടിത്തറ വഹ്ദാനിയത്താണ്. അവിടെയാണ് അതിന്റെ കണക്ക്. ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ഉറക്കെ പറയുന്ന നല്ല നെയ്യത്ത്, നല്ല കരുത്തുള്ള നെയ്യത്തിൽ അള്ളാഹു തൗഫീഖ് തരട്ടെ. തൗഹീദിനെ അഭിമാനിക്ക്. തൗഹീദിനെ പറ്റി പറയാം, അള്ളാഹിനെ പറ്റി പറയാം. അള്ളാന്റെ വഹ്ദാനിയത്തിലും അത്ര സൗന്ദര്യമുള്ള ഒരു സംഗതി. ലോകമായ ഖുർആൻ വേറിട്ട് നിൽക്കുന്നത് അതിന്റെ സീനത്തു തൗഹീദ്, അതിന്റെ തൗഹീദിന്റെ മഹത്വമാണ്, അതിന്റെ അലങ്കാരമാണ്.